ഇൻഡൻസും കഥ എങ്ങനെയുണ്ട് ചേച്ചി? കഥ എങ്ങനെയുണ്ട്? നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മെസ്സേജാണ്. കാരണം നമ്മൾ ഓരോരുത്തരും ആ പടം കാണുമ്പോഴേ അതിൻ്റെ ആ ഒരു അറിയാൻ പറ്റുള്ളൂ. നേരിട്ട് എല്ലാവരും കാണുമ്പോൾ സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കുന്ന ഒരു സിനിമയാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്കിടയിലും ഉണ്ടാകുന്ന മാറ്റം എന്നുള്ളൊരു മെസ്സേജാണ്. എല്ലാവരും കാണുക. അടിപൊളി. ഞാൻ അതിൽ നബീസു എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തതാണ്. അടിപൊളി പടം, ഒരു രക്ഷയില്ല. ഒറിജിനൽ ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ്. ജീവനുള്ള കഥാപാത്രങ്ങൾ. നമ്മളൊരു കഥ കേൾക്കുക എന്നുള്ളതിലുപരി അതിനെല്ലാം ജീവൻ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അയ്യോ, ഒരു രക്ഷയില്ല. അവർ തകർത്താടിയിരിക്കില്ലേ. ഇന്ദ്രൻ സാറിനും ജാഫർക്കും ഇതിൽ ആരാണ് വില്ലൻ ആരാണ് നായകൻ എന്നറിയാത്ത ലെവലില് എങ്ങനെ കഥ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു കഥ എന്നതിൽ കഥയ്ക്ക് ജീവൻ വെച്ചിരിക്കുകയാണ്. അതിലുപരി ഇതൊരു കഥയല്ല, ഒറിജിനലായിട്ട് ഉണ്ടായിട്ടുള്ളൊരു സംഭവം തന്നെ അതിനെ കഥയാക്കി അതിനൊരു ജീവൻ കൊടുത്തു. എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഉള്ളൂരാൻ പറ്റില്ല. ഒരു പാടാണ്. ക്രിമിനൽസിനൊക്കെ രക്ഷപ്പെടുത്തിട്ട് കുറെ വക്കീലന്മാര് ഒക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ നമ്മൾ പലർക്കും തോന്നാറുണ്ട്. ഇയാളൊന്ന് കൊന്നു കിട്ടിയിരുന്നെങ്കിൽ, ഇയാളൊന്ന് എന്തെങ്കിലും ചെയ്ത് കിട്ടിയിരുന്നെങ്കിലൊക്കെ നമ്മൾ പലപ്പോഴും പറയാറില്ലേ. അത് നമ്മൾ ചെയ്തു എന്ന് നമുക്ക് തോന്നാൻ പാകത്തിനൊരു പടം. നല്ല ഗംഭീര പടമാണ് ഒരുമട്ടവൻ. നമ്മുടെ ഹരിനാരായണ ചേട്ടൻ്റെ നല്ല ഡയറക്ഷൻ, അതിന് മകനെ അഭിനയിച്ച ഗൗഡും പിന്നെ ജാഫ്രിക്ക ഇന്ദ്രൻസ് നമ്മൾ പറയണ്ടല്ലോ, നല്ല പെർഫോമൻസ്. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന കൊച്ചുകുട്ടികൾക്ക് ഇതിനുള്ള പീഡനം, ആ സത്യം പറഞ്ഞാൽ എല്ലാവരും കമന്റിലൂടെ പറയും അവനെ കിട്ടിക്കഴിഞ്ഞാൽ കൊല്ലും. ആരും കൊല്ലില്ല അല്ലേ? ഈ സിനിമയിൽ ഇനി മുതൽ ഇതുപോലെ അക്രമം ഉണ്ടാവില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു പീഡനം നടന്നതിനെ, കൊച്ചുകുട്ടികളെ പീഡിപ്പിക്ക് നടന്നതിന് സ്പോട്ടിൽ കൊല്ലുക, നിയമത്തിന് വിട്ടുകൊടുക്കരുത്. നിയമമൊന്നും ഒന്നുമല്ല. നല്ല കഥയാണ്. ശരി, കണ്ണു പറഞ്ഞില്ല. ചേട്ടൻ പടത്തിൽ അഭിനയിച്ചിരുന്ന രണ്ട് വാക്ക് സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന എന്താണോ പ്രശ്നം അതിനെ പറ്റിയിട്ടുള്ളതാണ് സിനിമ. ഫാമിലിയായിട്ട് നമ്മുടെ ഓരോ കുട്ടികളുള്ള പെൺകുട്ടികളുടെ എല്ലാ അമ്മമാരും കണ്ടിരിക്കേണ്ട ഒരു നല്ലൊരു സിനിമ. അതാണ് ഇതിന്റെ മെസ്സേജ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ മാമുക്കോയ്ക്കയുടെ മകൻ മാമുക്കോയ അടിപൊളിയായിട്ട് ചെയ്തു. ഒരുപാട് സിനിമകൾ കിട്ടട്ടെ. ഒരുപാട് പേരുണ്ട്. അടിപൊളി പെർഫോമൻസ് ആണ് എല്ലാം. നമുക്ക് ഈ പറഞ്ഞ സ്റ്റോറി ആണെങ്കിലും അല്ലെങ്കിൽ സ്ട്രോങ് ഒരു സ്റ്റോറിയാണ്. ഈ പറഞ്ഞതിൽ നമ്മൾ എന്നും കാണുന്ന ഒരു സ്റ്റോറിയാണ്. അത് നമുക്ക് ഡെയിലി ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്നും ന്യൂസ് പേപ്പർ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ കാണുന്ന വാക്കുകളൊക്കെ തന്നെയാണ് പറയാൻ നമ്മളെല്ലാം ഹാപ്പിയാണ്. ഒരു പെട്ടെന്ന് ടീം എല്ലാവരും ഹാപ്പിയാണ്. അമ്മാതിരി പെർഫോമൻസ് ആണ് എല്ലാവരും കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ ഒരു ടീമിൻ്റെ ഭാഗമാവാൻ പറ്റിയില്ല എനിക്കും സന്തോഷം. ഞാനും ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര സന്തോഷം. എല്ലാവരും നല്ല രീതിയിലുള്ള വേഷം, എല്ലാവരും ചെയ്തു. അഭിനയത്തിൻ്റെ കാര്യമാണെങ്കിലും റീൽസ് ആണെങ്കിലും പാട്ടുകളാണെങ്കിലും എല്ലാം അടിപൊളിയാണ്. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ സിനിമ കാണുക. മാക്സിമം ഞങ്ങൾ എല്ലാം സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. സീനുകൾ ഭയങ്കര ഇമോഷണൽ സീനുകളാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് ഒന്ന് കാണണം തോന്നുന്നുണ്ട്. അത് ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ ഒരുപാട് ഈ അടുത്തിടെ കണ്ട ജാഫ്രിക്കയുടെ ഇൻഡൻസിൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. ഫസ്റ്റ് മൂവിയാണോ? ഫസ്റ്റ് മൂവി വാശിയാണ്. വാശി മൂവിയാണ്. സെക്കൻഡ് മൂവി ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇതിപ്പോൾ തേർഡാണ്. അടുത്ത ഈ രണ്ട് പടങ്ങൾ ഇറങ്ങാനിരിക്കുന്നത്. പടത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു സാധാരണക്കാരുടെ കഥ, അതായത് നമ്മുടെ ചപ്പക്കത്ത് അവരൊക്കെ പറക്കി ജീവിക്കുന്ന അതിലൂടെ തുടങ്ങിയിട്ട് ആ കഥ പോകുന്ന വേറെ ഒരു സ്റ്റൈലിലേക്കാണ് പോകുന്നത്.
കഥയുടെ മേക്കിംഗ് കൊള്ളാം. അതുപോലെ ഡയറക്ഷൻ ഒരു നിമിഷം പോലും ബോറടിക്കാത്ത രീതിയിൽ ഇതിനെ ഡയറക്റ്റ് ചെയ്യാനായിട്ട് ഇതിന് സംവിധാനം സാധിച്ചിട്ടുണ്ട്. കാസ്റ്റിംഗ് അതിനകത്ത് പുതിയ ആൾക്കാരും പഴയ ആൾക്കാരും എല്ലാം ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഇന്ദ്രൻസിൻ്റെയും അതുപോലെ ജാഫർ അലിക്ക് ഈ അടുത്ത കാലത്ത് ഇതിലേക്ക് ഏറ്റവും നല്ല പ്രകടനമുണ്ട്. കാരണം പല സന്ദർഭങ്ങളിലും നമ്മളെ കരയിപ്പിക്കുന്ന രീതിയിൽ പുള്ളിക്ക് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് കഴിഞ്ഞു. പിന്നെ എടുത്തു പറയത്തക്കാനായിട്ട് കുറേ പുതിയ ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊന്നും പേരൊന്നും എനിക്കറിയാൻ പാടില്ല. എല്ലാവരും നല്ല പ്രകടനമാണ്. പിന്നെ ഒരു പുതിയൊരു കുട്ടി അഭിനയിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പടം ഒരു മനസ്സിനെ നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഒരുപാട് മുഹൂർത്തങ്ങളിൽ അതാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ല ഒരു പടം.